നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. ആദ്യം പ്രാദേശികം. സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 100 ദിവസം കൊണ്ട് ലൈഫിന്റെ കീഴിൽ പണികഴിപ്പിച്ച 20,073 വീടുകൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കൊറ്റങ്കര മെക്കോണിൽ നടന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MB രാജേഷ്, മന്ത്രിമാരായ K കൃഷ്ണൻകുട്ടി, KN ബാലഗോപാൽ, J ചിഞ്ചുറാണി തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഇതുവരെ സംസ്ഥാനത്ത് 3,40,156 വീടുകൾ പൂർത്തിയായി. 2022-23 സാമ്പത്തിക വർഷം 1,06,000 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ആരംഭിച്ചു. യുവതയുടെ കേരളം, കേരളം ഒന്നാമത് തുടങ്ങിയവയാണ് മേളയുടെ പ്രധാന വിഷയങ്ങൾ. മേളയുടെ ജില്ലാതല ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. പ്രദർശന വിപണന സ്റ്റാളുകൾ പട്ടികജാതി പട്ടികവർഗ വികസന ദേവസ്വം വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു അധ്യക്ഷത വഹിച്ചു. മേയർ, MP മാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. പ്രദർശന വിപണന മേള മെയ് 15-ന് സമാപിക്കും. സംസ്ഥാനത്ത് ഭൂരഹിതരും ഭവനരഹിതരുമായി ആരും ഉണ്ടാവരുതെന്ന ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതി വഴി കേരളത്തിൽ നടക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ 2021-22 സാമ്പത്തിക വർഷത്തെ PMAY ആവാസ് പദ്ധതിയിൽ 4 പഞ്ചായത്തുകളിലായി പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കയറിക്കിടക്കാൻ സുരക്ഷിതമായ ഒരിടം എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇരിഞ്ഞാലക്കുട ബ്ലോക്കിലെ കാറളം, കാട്ടൂർ, പറപ്പൂക്കര, മുരിയാട് പഞ്ചായത്തുകളിലുള്ളവർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ചടങ്ങിൽ ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടാങ്ങൽ പഞ്ചായത്തിലെയും അങ്ങാടി പഞ്ചായത്തിലെയും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതികളുടെ ഉദ്ഘാടനം ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ജലസമൃദ്ധിയുടെ പ്രതീക്ഷയിലേക്ക് നാടാകെ ഉണരുന്ന മാറ്റങ്ങളാണ് ഇത്തരത്തിലുള്ള പദ്ധതികളുടെ നിർവഹണത്തിലൂടെ അനുഭവവേദ്യമാകുന്നത്. പ്രമോദ് നാരായണൻ MLA അധ്യക്ഷത വഹിച്ചു. അംഗനവാടികളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനായി ജില്ലാ ആസൂത്രണ സമിതിയുടെയും കിരയുടെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ, ICDS സൂപ്പർവൈസർ, അംഗനവാടി ടീം ലീഡർ എന്നിവർക്കായി തൃശൂർ കിലയിൽ വെച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ആലപ്പുഴയെ കൂടുതൽ സുന്ദരമാക്കാനൊരുങ്ങി ജനങ്ങൾ. PP ചിത്തരഞ്ജൻ MLA, AM ആരിഫ് MP, H സലാം MLA, ചെയർപേഴ്സൺ സൗമ്യ രാജു എന്നിവർ ഉൾപ്പെടെയുള്ളവർ ജനങ്ങൾക്കൊപ്പം ഇറങ്ങിയാണ് നഗരം ശുചിയാക്കിയത്. റെയിൽവേ സ്റ്റേഷൻ, KSRTC പരിസരങ്ങളും പുന്നമട ഫിനിഷിംഗ് പോയിന്റും ഉൾപ്പെടെ മാലിന്യം വലിച്ചെറിയുന്ന കേന്ദ്രങ്ങളെല്ലാം ഇതിനകം തന്നെ ശുചിയാക്കി കഴിഞ്ഞു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ സമ്പൂർണ്ണ ശുചിത്വ നഗരമാക്കി ആലപ്പുഴയെ മാറ്റാനാണ് നഗരസഭാ ഭരണസമിതി ലക്ഷ്യമിടുന്നത്. 52 വാർഡുകളുള്ള ആലപ്പുഴയിലെ 18 വാർഡുകൾ ഇതിനകം മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ഗോത്രവർഗർക്കിടയിൽ സാമൂഹ്യ വനാവകാശത്തെക്കുറിച്ചുള്ള അറിവ് പകരുന്നതിനും അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനും സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിച്ചു. കിലയും അസിം പ്രേംജി യൂണിവേഴ്സിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 2 മാസ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ആദ്യ ബാച്ചിനായുള്ള ക്ലാസുകൾ അഗളി കില CTD NRMൽ ആരംഭിച്ചു. ദുരന്ത നിവാരണത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിൽ മാതൃകയായി തൃശൂർ ജില്ലയിലെ പൂമല ഹയർ സെക്കൻഡറി സ്കൂൾ. NCRMP പ്രോജക്റ്റിന്റെ ഭാഗമായി ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാലയമാണ് പൂമല HSS. ദുരന്ത നിവാരണത്തെക്കുറിച്ചുള്ള ഏകദിന മുഖാമുഖ പരിശീലനം സ്കൂളിൽ നടന്നു. N കുമാരൻ, VK ശ്രീധരൻ, നിതിൻ, ഭാസുരാങ്കൻ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ PV മദൻ മോഹൻ, സ്കൂളിലെ അധ്യാപകർ, അനധ്യാപകർ, മാതാപിതാക്കൾ തുടങ്ങിയവർ വിദ്യാർത്ഥികളോടൊപ്പം പരിശീലനത്തിൽ പങ്കെടുത്തു. ഏത് പ്രതിസന്ധിയെയും നേരിടാൻ ആവശ്യമായ കഴിവും അറിവും നൽകി എല്ലാവരെയും അതിനായി സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിശീലനത്തിൽ പ്രഥമ ശുശ്രൂഷ, ദുരന്തമുഖത്തു നിന്നുള്ള ഒഴിപ്പിക്കൽ നടപടിക്രമങ്ങൾ, അടിയന്തര സാഹചര്യങ്ങൾ നേരിടൽ തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു. നേരത്തെ PTA പ്രസിഡന്റ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിലെ മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ
നവകേരളം വൃത്തിയുള്ള കേരളം വലിച്ചെറിയൽ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ശില്പശാല നടന്നു. ശില്പശാല ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. ശില്പശാലയിൽ കിലയുടെ നേതൃത്വത്തിൽ വിഷയാവതരണ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ, വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, വിവിധ വകുപ്പുതല മേധാവികൾ, ആരോഗ്യ പ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ആശാപ്രവർത്തകർ, അംഗൻവാടി പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ, വ്യാപാരി വ്യവസായികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി ഒഡീഷയിൽ നിന്നെത്തിയ സംഘം മുരിയാട് ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ചു. ചീഫ് ജനറൽ മാനേജർ ഓഫ് ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സുസ്മിത ബെഹ്റ, മേഘാനന്ദ് ബഹന, സ്റ്റേറ്റ് പ്രോജക്ട് ഓഫീസർ ODMA ഗൗരിശങ്കർ മിശ്ര എന്നിവരാണ് സന്ദർശനം നടത്തിയത്. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര ആരോഗ്യ പദ്ധതിയായ ജീവധാരയെപ്പറ്റിയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രവർത്തന രംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംഘം ചർച്ച നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രൊഫസർ M ബാലചന്ദ്രൻ, ആസൂത്രണ സമിതി അംഗം ഡോക്ടർ കേസരി തുടങ്ങിയവർ ആവശ്യമായ വിവരങ്ങൾ കൈമാറി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2022-23 സാമ്പത്തിക വർഷത്തിലെ നൂതന പദ്ധതിയായ മറ്റത്തൂർ മട്ട പുതുക്കാട് നിയോജകമണ്ഡലം MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെയും മറ്റത്തൂർ കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. സമഗ്ര നെൽകൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി സൗജന്യമായി വിത്ത് നൽകുകയും വളം, നിലമൊരുക്കൽ, കൂലിച്ചിലവ് എന്നിവയ്ക്ക് ത്രിതല പഞ്ചായത്തുകളുടെ ധനസഹായം ഉറപ്പാക്കുകയും ചെയ്തു. പാടശേഖരങ്ങളിൽ നിന്ന് പഞ്ചായത്ത് ശേഖരിച്ച നെല്ല് സ്വയം തൊഴിൽ സംരംഭകരുടെ സഹായത്തോടെ പുഴുങ്ങി കുത്തി അരിയാക്കി പ്രോസസ് ചെയ്ത 1850 കിലോ അരി പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്തിനെ തരിശുരഹിത പഞ്ചായത്താക്കി മാറ്റാൻ നെൽകൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് മറ്റത്തൂർ മട്ടയിലൂടെ ലക്ഷ്യമിടുന്നത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം BS പ്രിൻസ്, സരിത രാജേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമമായി ഒരുങ്ങുന്നു. എഴുതുകൊണ്ടാൻ കണി വാർഡിലെ പാർക്ക് ജംഗ്ഷനിൽ റോഡിലെ മാലിന്യങ്ങൾ വാർഡുതല ശുചിത്വ ജാഗ്രത സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തുകൊണ്ട് കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS നവനീത് കുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അജൈവ മാലിന്യങ്ങൾ ചാക്കിൽ ശേഖരിക്കുകയും ചുറ്റുമുള്ള കടകളിലും സ്ഥാപനങ്ങളിലും ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെയും കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ 3 ദിവസമായി നടന്നിരുന്ന വികസനോത്സവം സമാപിച്ചു. വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവും വൈജ്ഞാനികവുമായ വികാസം ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. മോട്ടിവേഷൻ, പ്രഥമ ശുശ്രൂഷ, ലഹരി വിമുക്തി, കരിയർ ഗൈഡൻസ് എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് നൽകി. കലാകായിക പരിപാടികൾ, പാലിയേറ്റീവ് രോഗി സന്ദർശനം, പീച്ചി ഡാമിലേക്ക് ഉല്ലാസയാത്ര തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിരുന്നു. വികസനോത്സവത്തിന്റെ സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ ടെസി ഫ്രാൻസിസ്, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സവിത P ജോയ്, പട്ടികജാതി വികസന ഓഫീസർ സീന AP, ബ്ലോക്ക് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജയ് ഘോഷ് PR തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങി ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് പഞ്ചായത്ത് തലത്തിൽ വിളിച്ചു ചേർത്ത സംഘാടക സമിതി യോഗത്തിലാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി 500 വീട്ടുമുറ്റ സദസ്സുകൾ ചേരുന്നതിനും പഞ്ചായത്ത് അംഗങ്ങൾ, സാമൂഹ്യ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, സ്ഥാപന മേധാവികൾ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ, ഹരിത കർമ്മസേന അംഗങ്ങൾ എന്നിവർ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. നിയമലംഘനങ്ങൾ യഥാസമയം അധികൃതരെ അറിയിക്കുന്നതിനും ജനങ്ങളിൽ പൊതുബോധം സൃഷ്ടിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളും വ്യാപകമായ പ്രചരണവും ഇക്കാര്യത്തിൽ നടത്തും. ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജയശ്രീ പത്മാകരൻ അധ്യക്ഷത വഹിച്ചു. നവകേരളം വൃത്തിയുള്ള കേരളം വലിച്ചെറിയൽ മുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മനസ്സുമാറ്റാം മാലിന്യവും എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി അനൂപ് ജേക്കബ് MLA ഉദ്ഘാടനം ചെയ്തു. പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആലിസ് ഷാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പിറവം, കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റികളിലെ പാലക്കുഴ, തിരുമാറാടി, ഇലഞ്ഞി, രാമമംഗലം, പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തുകളിൽ സംഘാടക സമിതി രൂപീകരിച്ചു. പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാണ് ഇത്. പൊതു ഇടങ്ങൾ ശുദ്ധീകരിക്കൽ, തോടുകളിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കൽ,
പൊതുസ്ഥലം വൃത്തിയാക്കി പച്ചത്തുരുത്തുകളും ഹരിതവീഥികളും ഒരുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ വിവിധ സംഘടനകൾ ഏറ്റെടുത്ത് നടത്തും. മാലിന്യ പരിപാലന പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിക്കുന്ന സ്കൂളുകൾക്ക് ഹരിത മികവിനുള്ള ഗ്രീൻ എക്സലൻസി പുരസ്കാരം നൽകുക, കലാപ്രവർത്തകരെ ക്യാമ്പയിനിൽ പങ്കാളികളാക്കുക തുടങ്ങിയവ നടപ്പിൽ വരുത്തണമെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. നവകേരളം കർമ്മപദ്ധതി റിസോഴ്സ് പേഴ്സൺ എ സുരേഷ്, തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യമോൾ പ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ടൗൺ ശുചീകരണത്തിനായി ഒത്തുചേർന്നു. ജോലി കഴിഞ്ഞ് സന്ധ്യയോടെയാണ് പഞ്ചായത്ത് അംഗങ്ങളും യുവജനങ്ങളും വ്യാപാരികളും കുടുംബശ്രീ പ്രവർത്തകരും കുട്ടികളും ഉൾപ്പെടുന്ന 500ഓളം പേർ ശുചീകരണം നടത്തിയത്. പുലർച്ചെയോടെ നഗരം പൂർണ്ണമായും വൃത്തിയാക്കാൻ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. പഞ്ചായത്തിലെ എല്ലാ പ്രദേശവും ശുചിയാക്കി വേസ്റ്റ് ബാസ്ക്കറ്റുകൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനം തുടരുകയാണെന്ന് പ്രസിഡന്റ് അറിയിച്ചു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. കൃഷി അനുബന്ധ മേഖലയിൽ മികച്ച പ്രവർത്തനവുമായി മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലാണ് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. എടപ്പാൾ പഞ്ചായത്തിലെ മുഖ്യ വരുമാന മേഖല കാർഷിക മേഖലയാണ്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ പുഞ്ചകൃഷിയുള്ള പ്രദേശമാണ് എടപ്പാൾ. 1230 ഏക്കർ പുഞ്ചയും 50 ഏക്കർ മുണ്ടകൻ കൃഷിയും 22 ഏക്കർ വിരിപ്പ് കൃഷിയുമാണ് എടപ്പാളിൽ കൃഷി ചെയ്തു വരുന്നത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകൃഷി വികസനത്തിന് 49.5 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. കൂടാതെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എടപ്പാൾ ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി റാമ്പുകൾ, തോടുകൾ, ബണ്ടുകൾ എന്നിവ നിർമ്മിക്കുന്നതോടൊപ്പം ട്രാൻസ്ഫോമർ സ്ഥാപിക്കൽ, പമ്പ് ഹൗസ് സ്ഥാപിക്കൽ, സബ്മേഴ്സിബിൾ പമ്പ് സ്ഥാപിക്കൽ തുടങ്ങിയ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ ധാരാളം നടന്നു. നാളികേര ഉൽപാദന വർധനവിനു വേണ്ടി 13 ലക്ഷം രൂപ ചെലവഴിച്ച് ജൈവവള വിതരണ പദ്ധതി നടപ്പിലാക്കുകയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തെങ്ങിൻ തൈ ഉൽപ്പാദിപ്പിച്ച് കേരസമൃദ്ധി പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാനും കഴിഞ്ഞു. വിദേശ പഴവർഗ്ഗങ്ങളായ ബട്ടർനട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാൻ, അബിയു തുടങ്ങിയവ നമ്മുടെ നാട്ടിലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. ഓണത്തിനായി പൂക്കൃഷി, 50,000 ഫലവൃക്ഷത്തൈ വിതരണം, പച്ചക്കറി തൈ വിതരണം തുടങ്ങിയ പദ്ധതികളും നടപ്പിലാക്കി. കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് ബണ്ട് ബലപ്പെടുത്തൽ, കാർഷിക വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ട് 11 ലക്ഷം രൂപ ചെലവഴിച്ച് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിച്ചു. ബയോഫ്ലോക്സ്, പടുതക്കുളം പദ്ധതിക്കും പ്രോത്സാഹനം നൽകി. ഉപജീവന മാർഗങ്ങൾക്കായി സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7.2 ലക്ഷം രൂപ ചെലവിൽ പെണ്ണാട് വിതരണവും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആട്ടിൻകൂട് നിർമ്മിച്ചു നൽകുകയും ചെയ്തു.
12 ലക്ഷം രൂപ ചെലവഴിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. മാലിന്യ സംസ്കരണത്തിൽ മാതൃകയായി കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത്. വടക്കൻകൂർ രാജ്യത്തിന്റെ ആദ്യകാല ആസ്ഥാനമായിരുന്നു കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമായിരുന്നു ഇവിടം. പിന്നീട് കടൽ മാറി കരയായതിനാൽ കടൽ തുരുത്ത് എന്നറിയപ്പെട്ടു. കടൽ തുരുത്ത് ലോപിച്ച് കടുത്തുരുത്തിയായി എന്നുമാണ് ഐതിഹ്യം. 34,359 കടുത്തുരുത്തി പഞ്ചായത്തിന്റെ ആകെ ജനസംഖ്യ. കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നാണ് കടുത്തുരുത്തി. കേരളത്തിന്റെ ടൂറിസം മാപ്പിൽ ഉൾപ്പെട്ട എഴുമാന്തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലാണ്. ടൂറിസത്തിന്റെ നൂതന സാധ്യതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ടൂറിസം ഫെസ്റ്റ് പോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെയാണ്. കടുത്തുരുത്തി എന്ന പഞ്ചായത്തിനെ മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് ഇവിടുത്തെ ഖരമാലിന്യ സംസ്കരണമാണ്. പഞ്ചായത്തിലെ മാർക്കറ്റ്, വിവിധ ഓഡിറ്റോറിയങ്ങൾ, ഹോട്ടലുകൾ, സർക്കാർ ഓഫീസുകൾ, മറ്റ് ഫംഗ്ഷനുകൾ നടക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാമുള്ള ഖരമാലിന്യങ്ങൾ കിലോഗ്രാമിന് 5 രൂപ എന്ന നിരക്കിൽ ശേഖരിക്കുന്നു. ശേഖരിച്ച മാലിന്യങ്ങൾ ജലം വാർന്നു പോകുന്നതിനായി വയ്ക്കുന്നു. വാർന്നുപോയ ജലം ബയോഗ്യാസായി ഉപയോഗപ്പെടുത്തുന്നു. ജലം വാർന്നുപോയതിനു ശേഷം മാലിന്യങ്ങൾ തുമ്പൂർ മുഴിയിൽ നിക്ഷേപിക്കുന്നു. നിശ്ചിത അളവിൽ കരിയില, ചാണകപ്പൊടി, അതിനുശേഷം വേസ്റ്റ് എന്ന രീതിയിലാണ് നിക്ഷേപിക്കുന്നത്. കമ്പോസ്റ്റ് പ്ലസ്, ഓർഗാനിക് കമ്പോസ്റ്റിംഗ് എന്നീ മിശ്രിതങ്ങൾക്ക് പുറമേ വീണ്ടും ചാണകം, കരിയില എന്ന രീതിയിൽ മിക്സ് ചെയ്യുന്നു. ഇവ 6 മാസക്കാലം തുമ്പൂർ മുഴിയിൽ വെച്ചതിനു ശേഷം ഉണ്ടാകുന്ന ജൈവവളം പൊടിച്ച് വിൽപ്പന നടത്തുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുൻകൂട്ടി അറിയിപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ചു വയ്ക്കുന്നു. കസ്റ്റമർ കാർഡിൽ രേഖപ്പെടുത്തി 1 മാസത്തേക്ക് വീടുകൾക്ക് 50 രൂപയും സ്ഥാപനങ്ങൾക്ക് 100 രൂപയും നിരക്കിൽ ഈടാക്കി ഹരിതകർമ്മസേന അംഗങ്ങൾ മുഖേന ഈ മാലിന്യങ്ങൾ മിനി MCFകളിൽ എത്തിക്കുന്നു. ഈ പ്രവർത്തനം ഡിജിറ്റലാക്കി മാറ്റുന്നതിനായി QR കോഡ് ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഹരിതമിത്രം ആപ്പ് 90% പഞ്ചായത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. എൻ്റെ പേര് ഷൈനി ബാബു. കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേന അംഗമാണ്. ഹരിതകർമ്മസേന ഷെഡിംഗ് യൂണിറ്റ്, ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നിവയിൽ അംഗമായി പ്രവർത്തിക്കുന്നു. ഇതിലൂടെ മാസം 30,000 രൂപ വരെ വരുമാനം ലഭിക്കുന്നു. കൂടാതെ വിശേഷ ദിവസങ്ങളിൽ ബോണസും ലഭിക്കാറുണ്ട്. കടുത്തുരുത്തി ബ്ലോക്ക് തലത്തിൽ ഏറ്റവും നല്ല ഹരിതകർമ്മസേനയ്ക്കുള്ള ആദരവ് കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. മിനി MCFകളിൽ ശേഖരിച്ച മാലിന്യങ്ങൾ ഇലക്ട്രിക് ഓട്ടോ മുഖേന MCFകളിൽ എത്തിക്കുന്നു. ഇവ പിന്നീട് കരാർ പ്രകാരം ക്ലീൻ കേരള കമ്പനി റീസൈക്ലിംഗിനായി കൊണ്ടുപോകുന്നു. ഇതിന്റെ വില പാഴ്വസ്തുക്കൾക്കായുള്ള കൺസോർഷ്യം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നു. കളക്ടേഴ്സ് അറ്റ് സ്കൂൾ എന്ന പദ്ധതി പ്രകാരം റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പറ്റാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ബോട്ടിലുകൾ എന്നിങ്ങനെ തരം തിരിച്ച് സ്കൂളുകളിൽ നിന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ മുഖേന ശേഖരിക്കുന്നു. ഇവയും MCFൽ എത്തിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നു. ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതി പ്രകാരം വൃത്തിയുള്ള പബ്ലിക് ടോയ്ലറ്റ് പഞ്ചായത്തിനടുത്ത് തന്നെയായി സ്ഥിതി ചെയ്യുന്നു. ശബരിമല സീസണിൽ ഇടത്താവളമായ തളിയിൽ മഹാദേവ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഇത് വളരെയേറെ ആശ്വാസകരമാണ്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി അവാർഡിൽ മലപ്പുറം ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടങ്ങുന്ന ടീമിനോട് സംസാരിക്കാം. നമസ്കാരം. ഇങ്ങനൊരു അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വച്ചത്? ഈ വർഷം ഞങ്ങൾ വളരെ ആഹ്ലാദത്തിലാണ്. 2 അവാർഡുകളാണ് ഞങ്ങളെ തേടിയെത്തിയത്. ഞങ്ങൾ വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങളും ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങളും അതുപോലെ നമ്മുടെ ഭരണസമിതിയുടെയും സ്റ്റാഫിൻ്റെയും ഒത്തൊരുമയും ഒക്കെയാണ് ഞങ്ങളെ ഈ അവാർഡിലേക്ക് എത്തിച്ചത്. ഒട്ടനവധി മേഖലകളിലും ഞങ്ങൾ നല്ല രീതിയിലാണ് പ്രവർത്തനം കാഴ്ചവെച്ചത് ഈ വർഷവും കഴിഞ്ഞ വർഷവും. അതായത് ആരോഗ്യ മേഖലയായാലും കാർഷിക മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും
അത് പാർപ്പിട കാര്യങ്ങളായാലും എല്ലാം ഞങ്ങൾ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ വർഷം കാഴ്ചവെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് അവാർഡ് ലഭിച്ചതെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന എന്നൊരു വിഭാഗം ഞങ്ങൾ 3 വർഷമായി ഞങ്ങളിവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മാലിന്യ സംസ്കരണം വളരെ നല്ല രീതിയിൽ നടത്തുന്നൊരു പഞ്ചായത്താണ്. കൂടാതെ കാർഷിക മേഖലയിൽ ഞങ്ങൾ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിലാണ് ശ്രദ്ധ മുഴുവൻ കൊടുത്തത്. കരഭൂമിയായാലും കോൾപ്പടവായാലും അങ്ങനെ ഞങ്ങൾ 100-ലേറെ ഏക്കർ സ്ഥലങ്ങളാണ് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്, കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ ഞങ്ങൾ 1-2 പ്രോജക്റ്റുകൾ സർക്കാർ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ എൻ്റെ വായനാകുറിപ്പുകൾ എന്നൊരു പ്രോജക്റ്റിന് ഞങ്ങൾ രൂപം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത് വലിയ രീതിയിലാണ് എല്ലായിടത്തും അത് വ്യാപിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ലൈബ്രറി വളരെ നല്ല രീതിയിൽ PSC കോച്ചിങ്ങുകൾ നടത്തുന്നുണ്ട്. 13 കുട്ടികൾക്കാണ് നമ്മൾ PSC നിയമനം ലഭിച്ചത്. കൂടാതെ ഇവിടെ റെഫറൻസ് ക്ലാസ്സുകൾ, റെഫറൻസ് ലൈബ്രറി ആയിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. ഒട്ടനവധി ആളുകൾ ദിവസം പ്രതി വന്ന് റെഫർ ചെയ്ത് പോകുന്നുണ്ട്. കൂടാതെ ആരോഗ്യ മേഖലയെ ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ വർഷം കായകൽപ്പ അവാർഡാണ് നമ്മുടെ CHCക്ക് ലഭിച്ചത്. അതിൽ എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലുണ്ടായിട്ടുണ്ട്. കോവിഡ് കാലത്തൊക്കെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വാക്സിൻ നൽകിയതും ശുശ്രൂഷ ലഭിച്ചതും അതിലൊക്കെ മുൻപന്തിയിൽ നിന്നൊരു CHCയാണ് എടപ്പാൾ. ആ ഒരു മേഖലയിൽ നമ്മൾ നല്ല രീതിയിലാണ് പ്രവർത്തനം കാഴ്ചവെച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ കൂട്ടിക്കൊണ്ടും അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഭൗതികമായിട്ട് വേണ്ട ആവശ്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖല ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള 13 സർക്കാർ സ്ഥാപനങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഉന്നതി കൈവരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ജാഗ്രതാ സമിതി വിപുലമായി കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൂടാതെ ഈ വർഷം ഞങ്ങൾ വാർഡ് തല ജാഗ്രതാ സമിതി നല്ല രീതിയിലൊക്കെ വിപുലീകരിച്ചിട്ടുണ്ട്. അതുപോലെ അമ്മമാർക്ക് മധുരം മാതൃത്വം എന്നൊരു പദ്ധതിയുണ്ട്, പ്രസവശേഷമുള്ള ശുശ്രൂഷ. അതുപോലെ വൃദ്ധർക്ക് വീടുകളിൽ പോയി ആയുർരക്ഷ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. കോവിഡാനന്തരം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരുന്ന ബലക്ഷയം മാറ്റാൻ വേണ്ടി ബലമേറും ബാല്യം എന്നൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. അത് ഈ 2 വർഷം കൊണ്ട് നല്ല എഫക്റ്റാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ നാനാതരത്തിലുള്ള മേഖലകളിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ പഞ്ചായത്തിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ അവാർഡ് നേടിയെടുത്തിട്ടുള്ളത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിരുന്നത്? സർവ്വ മേഖലയിലും ഒരു പുരോഗതി ഉണ്ടാക്കിക്കൊണ്ടുള്ളൊരു സുസ്ഥിര വികസനമാണ് ലക്ഷ്യമിടുന്നത്. കാർഷിക മേഖലയിലുണ്ട്. കാർഷിക മേഖലയിൽ കൃത്യമായി നമ്മുടെ പഞ്ചായത്തിലെ ആകെ കൃഷി ഇടങ്ങൾ, അത് നെൽകൃഷി മേഖല എത്ര, നാണ്യവിള മേഖല എന്തൊക്കെ ചെയ്യാൻ കഴിയും, അത് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് ആണ് ഒരു സുസ്ഥിര വികസനം ലക്ഷ്യം വയ്ക്കുന്നത്. സമ്പൂർണ്ണ തരിശുരഹിത പഞ്ചായത്ത് എന്നുള്ള ലക്ഷ്യപ്രാപ്തിയിലേക്ക് അടുത്ത സാമ്പത്തിക വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും എത്താൻ കഴിയും. ഇപ്പോൾ പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2 വർഷമായി ഏകദേശം 100 ഏക്കറോളം കൃഷി, 100 ഏക്കറോളം കോൾനിലം കൃഷി ചെയ്യാൻ കഴിഞ്ഞു. ഉൽപ്പാദന വർധവ് നെല്ലിൻ്റെ കാര്യത്തിൽ വളരെയേറെ ഉണ്ടായിട്ടുണ്ട്. ഇനി നാണ്യ വിള മേഖലയിലേക്കും കൂടുതൽ ശ്രദ്ധിക്കുകയാണ്. കുറച്ചും കൂടി തരിശ് ഭൂമി കൃഷി ചെയ്യാനുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് KLDCയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കൃഷിയുടെ ആയിട്ടുള്ള ഈ തേരേറ്റുകായൽ, ചേലായിപ്പാടം, ചെള്ളിപ്പാടം ഇങ്ങനെയുള്ള മേഖലകളിലാണ് കുറച്ച് കൃഷിഭൂമി തരിശായി കിടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി അടുത്ത വർഷത്തോട് കൂടിയിട്ട് സമ്പൂർണ്ണമായി കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഇത്തവണ അവാർഡിന് അർഹമാക്കിയുള്ള ഒരു കാരണം. അപ്പോൾ അത് നമ്മൾ സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണുകയാണ്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഈ ആശുപത്രികളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു പോയി, രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതിലല്ല താല്പര്യം, രോഗം വരാതെ ഇരിക്കലാണ്. അതിന് ഞങ്ങളൊരു സമഗ്ര പദ്ധതി തയ്യാറാക്കിയ സമയത്താണ് നമ്മുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തും ആരോഗ്യ ബേരി എന്ന് പറഞ്ഞിട്ടൊരു സംയുക്ത പ്രോജക്റ്റിന് രൂപം കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ ബേരി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി വെച്ചിരിക്കുകയാണ്. നേരത്തെ സമഗ്ര ആരോഗ്യ പരിപാടി എന്ന് പറഞ്ഞിട്ടാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിച്ച് രോഗം വരാതിരിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നത്. അതൊക്കെ നമുക്ക് അവാർഡിന് അർഹമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ കുട്ടികളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ബലമേറും ബാല്യം എന്നുള്ളൊരു മാതൃക പദ്ധതിയാണ്. ജില്ലയിൽ തന്നെ ഏറ്റവും മാതൃകയായിട്ട് പത്രങ്ങളിലൊക്കെ അത് വലിയ വാർത്തയായിട്ട് വന്നതാണ്. 2 വയസ്സ് മുതൽ 5 വയസ്സ് വരെ കുട്ടികളിൽ
ഘട്ടം ഘട്ടമായി കൊടുക്കുന്ന ഒരു മരുന്ന് സിസ്റ്റമാണ്, ആയുർവേദ സംവിധാനമാണ്. അങ്ങനെ ആരോഗ്യ മേഖലയിൽ രോഗം വരാതെ രോഗികളില്ലാത്ത ഒരു പഞ്ചായത്താക്കി മാറ്റുന്നതിന് ലക്ഷ്യം പ്രാപിക്കുന്നതിലാണ് സുസ്ഥിര വികസനം എന്നുള്ളൊരു കാഴ്ചപ്പാട്. പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അപ്പോൾ അതിദാരിദ്ര്യ ആരാക്കുക എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള വീട് ലൈഫിൽ കൊടുക്കേണ്ടവർക്ക് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. വീട് പുനരുദ്ധരിച്ചുകൊണ്ട് വാസയോഗ്യമാക്കുന്ന കാര്യത്തിൽ കൃത്യമായി കഴിഞ്ഞ വർഷം ഈ വർഷം പ്രോജക്റ്റ് വെച്ചിട്ട് അത് പൂർത്തീകരിക്കുന്നുണ്ട്. ആവശ്യമായി മരുന്ന് കൊടുക്കേണ്ടവർക്ക് മരുന്ന് കൊടുക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഭക്ഷ്യധാന്യം കൊടുക്കേണ്ടവർക്ക് അത് ജനകീയമായിട്ട് അതിനുള്ള ആർക്കൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി കണ്ട് ആ രൂപത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരെയൊക്കെ കണ്ടെത്തി ഈ അതിദാരിദ്ര്യരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് വേണ്ടി പോകുന്നു. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി, സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സുസ്ഥിര വികസന കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. അത് പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുത്തുകൊണ്ട് അടക്കം നമ്മുടെ ഈ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനങ്ങളുമായി ലിങ്ക് ചെയ്തുകൊണ്ട് അടക്കം പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. 130-130 സംരംഭങ്ങൾ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഭാവിയിൽ ഒരു സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടാണ്. ഊർജ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സൗരപ്രഭ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഘടക സ്ഥാപനത്തിന് ഇതിൻ്റെ മേലെ ഈ സോളാർ പാനൽ സ്ഥാപിച്ചുകൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ പഞ്ചായത്തിൻ്റെ തന്നെ ഘടക സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും KSEB-യിലൂടെ അത് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഭാവിയിൽ ഊർജ്ജ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തെരുവുവിളക്കിനാണ് സാധാരണ നമ്മൾ വല്ലാതെ ഫണ്ട് നീക്കി വയ്ക്കുന്നത്, റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടും കറണ്ട് ചാർജ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടും. അത് പരമാവധി കുറച്ച് കൊണ്ടുവന്ന് പഠിക്കലൊരു ജനകീയ വിളക്ക് എന്ന പേരിൽ കുടുംബങ്ങളുടെ സഹകരണത്തോടുകൂടി അടിസ്ഥാന സൗകര്യങ്ങൾ പഞ്ചായത്ത് കൊടുക്കും. വയറും മറ്റേ ഹോൾഡറും പ്ലഗും ലൈറ്റും ഒക്കെ ബൾബൊക്കെ പഞ്ചായത്ത് കൊടുക്കും. ജനങ്ങൾ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് പഠിക്കലേക്ക് ലൈറ്റ് ഇടുക, അതിൻ്റെ കറണ്ട് ചാർജ് അവരടയ്ക്കുക. അതിന് ഇപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ ഗ്രാമസഭയൊക്കെ വിളിച്ചപ്പോൾ നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സുസ്ഥിര വികസനം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞങ്ങൾ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഈ കാർഷിക മേഖലയിൽ, അതോടൊപ്പം തന്നെ ഊർജ്ജ സംരക്ഷണ മേഖലയിൽ, ദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലയിലൊക്കെ പ്രത്യേക കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിൽ സഭയുടെ കാര്യം പറഞ്ഞു. തൊഴിൽ സഭയുമായി ബന്ധപ്പെട്ട് ഇതുവരെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്? അതുപോലെ തന്നെ എന്തൊക്കെ ഭാവി പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്? തൊഴിൽ സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 4 കേന്ദ്രങ്ങളിൽ വിപുലമായ വലിയ പ്രചരണം കൊടുത്ത് സംഘാടക കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചുകൊണ്ട് വ്യത്യസ്ത തൊഴിൽ ദാതാക്കളെയും അതുപോലെ തന്നെ നല്ല സംരംഭങ്ങൾ നടത്തി വിജയിച്ച മാതൃക കാട്ടിക്കൊണ്ടിരിക്കുന്ന വ്യാപാരികളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് 4 കേന്ദ്രങ്ങളിൽ നല്ല നിലയിൽ തന്നെ തൊഴിൽ സഭ സംഘടിപ്പിച്ചു. എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ ഇത്രയും നന്നായി തൊഴിൽ സഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് എടപ്പാൾ തന്നെയായിരിക്കും. ഇനി അപ്പോൾ അവരിൽ നിന്ന് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ താല്പര്യമുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അവർക്കാണ് നമ്മുടെ ഇന്ത്യൻ്റെയൊക്കെ സഹായത്തോടു കൂടി പുതിയ പ്രോജക്റ്റുകളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടും വ്യത്യസ്ത സംരംഭങ്ങൾ തുടങ്ങാനുള്ള വായ്പ എടുക്കാനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരമാവധി തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉണ്ട്. അതല്ല, വ്യത്യസ്ത മേഖലകളിൽ തൊഴിൽ നേടി പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി ഞങ്ങളൊരു തൊഴിൽ മേള നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ നിലയിൽ പരമാവധി മറ്റ് ഇവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, ഇവരുടെ അഭിരുചിക്ക് അനുസരിച്ച് തൊഴിൽ കൊടുക്കാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത്? പ്രധാനമായിട്ടും പിന്നെ ലൈഫ് പദ്ധതിയിലൂടെ ഈ ഭവനരഹിതർക്ക് മുഴുവൻ ഭവനം കൊടുക്കാനുള്ളൊരു പദ്ധതിക്കാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൃത്യമായ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കൂടുതൽ ആ മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് നമ്മുടെ പ്ലാൻ ഫണ്ടിന് നല്ലൊരു ശതമാനം ലൈഫിലേക്ക് മാറ്റിക്കൊണ്ട് വീട് കൊടുക്കുകയാണ്. വീട് പുനരുദ്ധാരണത്തിന് പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഈ തൊഴിൽ സംരംഭങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ സാധ്യത ഉള്ളത് ഈ ക്ഷീരമേഖലയിൽ നല്ല സാധ്യതയുള്ളൊരു പഞ്ചായത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിടാരി വിതരണം, അതുപോലെ ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി കൊടുക്കുക, അങ്ങനെ പരമാവധി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു നൂതന പദ്ധതിയായിട്ട് പാൽ സംഭരിച്ചുകൊണ്ട്
അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ മോട്ടോർ വെഹിക്കിളും പാൽപാത്രമൊക്കെ പഞ്ചായത്ത് തന്നെ കൊടുക്കും. സംഭരിച്ചുകൊണ്ട് വിതരണം ചെയ്യാനുള്ള ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഇതിലേക്ക് പോകുന്നു. ഇതൊക്കെ വരുമ്പോൾ ക്ഷീരമേഖലയിലുള്ള സാധ്യതയെ പരമാവധി ഉപയോഗപ്പെടുത്തി വരുമാന വർധനവ് അങ്ങനെയൊക്കെ തന്നെ. അതുപോലെ നമ്മുടെ കുടുംബശ്രീയുടെ അയൽക്കൂട്ടങ്ങളുടെ യോഗങ്ങളും ഒക്കെ കൃത്യമായി വിളിച്ചു ചേർത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അയൽക്കൂട്ടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംരംഭങ്ങൾ പരമാവധി കൊണ്ടുവരാനും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആരംഭിച്ചു, പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് സ്കിൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ സംവിധാനം ഒരുക്കിക്കൊണ്ട് ഒക്കെ പരമാവധി തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരിക. കാർഷിക മേഖലയിലാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു സാധ്യത എന്താ വെച്ചാൽ ഈ പല കൃഷി രീതികളും നമ്മുടെ പഞ്ചായത്തിലും വിജയിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ബട്ടർനട്ട് മത്ത കൃഷി പ്രോത്സാഹിപ്പിച്ചു. കുറേയേറെ കർഷകർക്ക് വലിയ വരുമാനം ഉണ്ടാക്കി. ഈ ആസ്ട്രേലിയൻ തണ്ണിമത്തൻ ഇവിടെ പരീക്ഷിച്ച് നോക്കി, നല്ല വരുമാനം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ വിഭവങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വരുമാന വർധനവിനും ലക്ഷ്യം വയ്ക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പരമാവധി അതിലേക്ക് ആളുകളെ തൊഴിൽ കാർഡ് എടുപ്പിക്കാനും അവർക്ക് 100 ദിനം പണി കൊടുക്കാനുള്ള നല്ല ഇടപെടലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ അവാർഡും കിട്ടുന്നത്. ഇപ്പോൾ മഹാത്മാ അവാർഡ് കിട്ടിയതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അതൊക്കെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. തുടർച്ചയായിട്ട് 3 തവണ ഇപ്പോൾ മഹാത്മാ അവാർഡ് കിട്ടിയിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടത്തി വരുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും എല്ലാം സംയോജിപ്പിച്ച് പരമാവധി ജനങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാനും വികസനത്തിൻ്റെ മേഖലയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. നമ്മുടെ തൊഴിലുറപ്പ് ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ മലപ്പുറത്തെ ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലുറപ്പ് വിഭാഗമാണ് ഇവിടെയുള്ളത്. ഇവിടെ നമ്മൾ ആട്ടിൻകൂട്, തെങ്ങ് കൃഷിക്കായി തൈ ഉൽപ്പാദിപ്പിക്കുക, ഇങ്ങനെയുള്ള പലതരം മറ്റ് പല സ്ഥലങ്ങളിലും പരീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു തൊഴിലുറപ്പ് വിഭാഗമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പലതരത്തിൽ കൃഷി മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന തൊഴിലുറപ്പ് പദ്ധതിയാണ് ഇവിടെ ഉള്ളത്. അതുകൂടാതെ ഇപ്പോൾ ലൈഫിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വീടുകൾ കഴിഞ്ഞ വർഷമായാലും ഈ വർഷവും ഇപ്പോൾ 100-ലധികം വീടുകൾ നമ്മൾ ലൈഫിൽ ഉൾപ്പെടുത്തി അനുവദിച്ച് കഴിഞ്ഞു. ഫണ്ടിൻ്റെ വലിയ കുറവുണ്ടെങ്കിലും വളരെയധികം ഫണ്ടുകൾ ലൈഫിലേക്ക് നീക്കി വെച്ച് കിട്ടാവുന്ന ഫണ്ടുകൾ നീക്കി വെച്ച് ലൈഫിൽ കൂടുതൽ വീടുകൾ കൊടുക്കുക എന്നൊരു സംഗതിയാണ് ചെയ്തു വരുന്നത്. അതുകൂടാതെ തന്നെ വലുതും ചെറുതുമായ തൊഴിൽ സംരംഭങ്ങൾ ഇപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിൽ സംരംഭങ്ങളിലാണെങ്കിൽ 130ഓളം എണ്ണം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കഴിഞ്ഞ വർഷം ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുടിവെള്ളത്തിന് ജൽജീവൻ മിഷൻ ആണ് ഇപ്പോൾ അതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ പൈപ്പിടൽ നടന്നു വരുന്നുണ്ട്. അതുകൂടാതെ ആരോഗ്യം മേഖലയിലെന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടെ CHC ആണുള്ളത്. പൊന്നാനി ബ്ലോക്കിൻ്റെ കീഴിലുള്ളതാണ് CHC എങ്കിലും 6 സബ് സെൻ്ററുകൾ വഴി വളരെ നല്ല പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരുന്ന് വിതരണമായാലും പാലിയേറ്റീവ് കെയറിലായാലും വളരെ നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരുന്നുണ്ട്. അരിക എന്നൊരു പാലിയേറ്റീവ് കെയർ പ്രോഗ്രാം അവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കിഡ്നി മാറ്റിവെച്ച രോഗികൾക്കായാലും കരൾ മാറ്റിവെച്ച ആളുകൾക്കായാലും അങ്ങനെയുള്ള എല്ലാ അതിതീവ്ര രോഗങ്ങൾ നേരിടുന്ന ആളുകൾക്ക് വേണ്ട സഹായം, പിന്തുണ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നൽകി വരികയാണ്. അങ്ങനെ എല്ലാ വിധത്തിലും ജനങ്ങൾക്ക് ആവേശമായിട്ട് ആശ്രയമായിട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മളുടേത്. ഔദ്യോഗികമായ രീതിയിലും അനൗദ്യോഗികമായിട്ടും വളരെയധികം പിന്തുണ, ഈ പറയുന്ന സേവനം ആവശ്യമുള്ളവർക്ക്, പിന്തുണ ആവശ്യമുള്ള ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന പ്രവർത്തനങ്ങൾ നമ്മളിവിടെ നടത്തി വരുന്നുണ്ട്. കൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ്. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങളിവിടെ നടത്തി വരുന്നത്? കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കുറച്ച് വർഷങ്ങളായിട്ട് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഇവിടെ മലപ്പുറം ജില്ലയിലെ കോൾനിലം ഏറ്റവും കൂടുതലുള്ള ഏതാനും പഞ്ചായത്തുകൾ, ചുരുക്കം ചില പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ. അതിലൊരു പ്രധാനപ്പെട്ട പഞ്ചായത്താണ് എടപ്പാൾ. അപ്പോൾ കോൾ കർഷകരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ വിത്ത് സൗജന്യമായിട്ട് എടപ്പാൾ പഞ്ചായത്ത് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂലിച്ചെലവ് എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു പ്രോജക്റ്റ് വെച്ചിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഒരു കാലത്ത് തരിശായി കൃഷി ഇടം കിടന്നിരുന്നതൊക്കെ കൃഷി ചെയ്യാൻ കർഷകർ സ്വയമേവ തയ്യാറായി വരികയാണ്. അതുമാത്രമല്ല, അങ്ങനെ തരിശായി കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ കർഷകരുടെ യോഗം വിളിച്ചുകൊണ്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രയത്നം എടപ്പാൾ പഞ്ചായത്ത് കുറച്ച് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് KLDCയുടെ വലിയ സഹായം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കോൾ മേഖലകളിലെ തോട് നവീകരണം, ഈ കുളം കുഴിക്കൽ, പമ്പ് ഹൗസുകൾ സ്ഥാപിക്കൽ, റാമ്പുകൾ സ്ഥാപിക്കൽ, ഇലക്ട്രിക് ലൈൻ വലിക്കൽ, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ KLDC നമ്മളെ സഹായിക്കുന്നുണ്ട്. ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗമായിട്ട്
ഫണ്ട് വെച്ചിട്ട് കാർഷിക മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന വലിയൊരു ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായി സമ്പൂർണ്ണമായി തരിശുരഹിത പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ വർഷം ഈ വർഷമായിട്ട് 100 ഏക്കറോളം കൃഷി പുതുതായിട്ട് വർദ്ധിപ്പിച്ചു. ഇനി കുറച്ചും കൂടി പ്രദേശമുണ്ട്. അതിന് തേരേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പ്രോജക്റ്റ്, ചില തേരേറ്റുകാലിൻ്റെ കുറച്ച് ഭാഗം, ചെള്ളിപ്പാടത്തിൻ്റെ കുറച്ച് ഭാഗം, ചേലായി പാടത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഇപ്പോൾ കൃഷി ചെയ്യാതെ കിടക്കുന്നത്. അത് സമഗ്ര കൃഷി യോഗ്യമാക്കുന്ന പദ്ധതിക്ക് ഇപ്രാവശ്യം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൾ നിലങ്ങളിലും മറ്റ് മുണ്ടകം വിരിപ്പ് മേഖലകളിലും നെൽകൃഷി സമ്പൂർണ്ണമായും ഉൽപ്പാദനക്ഷമതയോടുകൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നാണ്യവിള കൃഷികളിലും വലിയ ശ്രദ്ധ ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിലേക്കും നന്നായി ശ്രദ്ധിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആസ്ട്രേലിയൻ തണ്ണിമത്തൻ, അതുപോലെ ബട്ടർ നട്ട്, മത്ത, ഇങ്ങനെയുള്ള, അതുപോലെ റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ഇപ്പോൾ ഇവിടെ വ്യാപിപ്പിച്ചിട്ട് അതിന് നല്ല പ്രോത്സാഹനം ഞങ്ങൾ പ്രോജക്റ്റ് വെച്ചിട്ട് കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ കൂടുതലായിട്ട് ഉൽപ്പാദനം, ടൺ കണക്കിന് തണ്ണീർമത്തനാണ് ഇപ്രാവശ്യം കയറ്റി അയച്ചത്. അതൊക്കെ വലിയ ഇടപെടലാണ് കാർഷിക മേഖലയിൽ. അങ്ങനെ അടിസ്ഥാന അത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ഈ ബണ്ടിന് മേലെ കയർഭൂ വസ്ത്രം വിരിക്കൽ, അത് മാതൃകാപരമായി നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. തൊഴിലുറപ്പിലൂടെ തന്നെ ഇറിഗേഷൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും നല്ല പദ്ധതിയായിട്ടാണ് പഞ്ചായത്ത് വെച്ചിട്ടുള്ളത്. അതാണ് ഇപ്രാവശ്യം അവാർഡിന് ഏറ്റവും അർഹമാക്കിയത്, കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചതിൻ്റെ ഭാഗം. അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ പച്ചക്കറി കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉൽപ്പാദനം നടക്കുമ്പോൾ അവർക്ക് വിപണനം നടത്താനുള്ള മാസച്ചന്തകൾ കുടുംബശ്രീയുമായി ബന്ധപ്പെടുത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോത്സാഹനം കാർഷിക മേഖലയിലുണ്ട്. ക്ഷീരമേഖലയിലും ഫിഷറീസിലും അത് ഇത്തവണ വളരെ ശ്രദ്ധ കൊടുക്കണം. നമുക്ക് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ കുറച്ചുള്ള ഒരു പ്രദേശമാണ്. അവർക്ക് വള്ളം, വല അങ്ങനെയുള്ള കൊടുത്ത് അവരെ സഹായിക്കുന്നുണ്ട്. ഈ മുറ്റത്തൊരു മീൻതോട്ടം എന്ന പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ ഫിഷറീസിലും ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. ഈ ക്ഷീര കർഷകർക്ക് നല്ല പ്രോത്സാഹനം, തൊഴുത്ത് നിർമ്മിച്ചു കൊടുക്കുന്നു, പാലിന് സബ്സിഡി കൊടുക്കുന്നു, ഈ കാലിത്തീറ്റ സൗജന്യമായി കൊടുക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള വലിയ സഹായങ്ങൾ ആ മേഖലയിലും കൊടുത്തുകൊണ്ട്, അപ്പോൾ ക്ഷീരമേഖലയിലും ഫിഷറീസിലും നെല്ലുൽപാദനത്തിലും അതുപോലെ തന്നെ നാണ്യവിള, തെങ്ങിന് ജൈവവളം വയ്ക്കുന്നു. തെങ്ങിൻ തൈ ഞങ്ങൾ നഴ്സറി തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് വിതരണം ചെയ്യുന്നുണ്ട് തൊഴിലുറപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെ അതുപോലെ പൂക്കൃഷിക്ക് കഴിഞ്ഞ വർഷം മുതൽ പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. പൂക്കൃഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി തിരിനന എന്ന് പറഞ്ഞിട്ട് പച്ചക്കറി കൃഷി പുതിയ നൂതന രീതികൾക്ക് പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കാർഷിക മേഖലയ്ക്ക് നല്ല ഒരു ഊന്നൽ കൊടുക്കുന്നുണ്ട് പഞ്ചായത്ത്. ഇവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ നടത്തി വരുന്നത്? സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചിട്ടാണ് ഏറ്റവും പ്രധാനം കുടുംബശ്രീയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിൽ നിന്ന് 3 കോടി രൂപ വായ്പ ഞങ്ങൾ ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിന് കുടുംബശ്രീക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. ഈ ഇവരുടെ ജാഗ്രതാ സമിതികൾ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് വല്ല പരാതികളും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നന്നായി ഇടപെടുന്നുണ്ട്. സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പോൾ മധുരം മാതൃത്വം എന്ന് പറഞ്ഞൊരു പദ്ധതി നമ്മുടെ പഞ്ചായത്ത് മാതൃകാ പദ്ധതിയാണ്. പ്രസവാനന്തരമുള്ള ശുശ്രൂഷ കൊടുക്കുന്നൊരു പദ്ധതിയാണ്. അതുപോലെ തന്നെ ഈ സുംബ ഡാൻസ്, അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഉള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. യോഗ പരിശീലനം, മെൻസ്ട്രുവൽ കപ്പ് പോലുള്ള സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ കാര്യത്തിൽ നല്ലൊരു ഇടപെടൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ പെൻഡ്രാവേറ്റം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു സമൂഹത്തിൽ ഭയമില്ലാതെ നടക്കാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു ക്യാമ്പയിൻ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് നല്ലൊരു ആവേശകരമായ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ സ്ത്രീകളുടെ കാര്യത്തിൽ പിന്നെ എല്ലാ സ്ഥാപനങ്ങളിലും സ്ത്രീ സൗഹൃദ സംവിധാനം ഒരുക്കുന്നതിലും പഞ്ചായത്ത് പ്രോജക്റ്റ് ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനമുണ്ട്. കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുന്ന പദ്ധതിയുണ്ട്. അവരുടെ ബാലസഭകളൊക്കെ എല്ലാ വാർഡിലും രൂപീകരിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ കലോത്സവങ്ങളൊക്കെ നടത്തുന്ന ഇതുണ്ട്. സ്കൂൾ കലോത്സവങ്ങൾ തന്നെ നമ്മൾ പഞ്ചായത്ത് തലത്തിലൊരു കലോത്സവമൊക്കെ നടത്തുന്ന രൂപത്തിൽ പോകുന്നുണ്ട്. കുട്ടികളുടെ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സ്കൂൾ കേന്ദ്രീകരിച്ചിട്ട് വലിയ ഇടപെടലൊക്കെ നടക്കുന്നു. എൻ്റെ വായനാക്കുറിപ്പുകൾ, അതാണ് ഏറ്റവും
ഒരു മാതൃകാ പദ്ധതിയായിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അത് നമ്മുടെ കുട്ടികൾക്ക് ലൈബ്രറിയിൽ അംഗത്വം കൊടുക്കും. അവരെ പ്രാദേശിക ലൈബ്രറികളിലും പഞ്ചായത്തിൻ്റെ ലൈബ്രറികളിലും അംഗത്വം കൊടുക്കും. അവിടെ നിന്ന് അവർക്ക് പുസ്തകം കൊടുക്കും. ആ പുസ്തകം അവർ വായിച്ച് അതിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. ആ പുസ്തകത്തെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തും. ആ അഭിപ്രായങ്ങൾ ഞങ്ങൾ ക്രോഡീകരിച്ചിട്ട് അതിലേറ്റവും നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ കൊടുക്കും. അങ്ങനെയുള്ളൊരു പദ്ധതിയാണ് എൻ്റെ വായനാക്കുറിപ്പുകൾ. അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തലത്തിലുള്ള ലൈബ്രറി സമിതി ഉണ്ട്, നമ്മുടെ അധ്യാപകരുണ്ട്. അവർ മോണിറ്റർ ചെയ്യും. എന്നിട്ട് പഞ്ചായത്ത് തലത്തിൽ അവരെ അനുമോദിക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് എൻ്റെ വായനാക്കുറിപ്പുകൾ. അപ്പോൾ പഞ്ചായത്തിൻ്റെ നിലവിലെ അവസ്ഥ വെച്ച് ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തി പുതിയ പ്രൊജക്റ്റുകളൊക്കെ ആവശ്യമായിട്ടുള്ളത്? നിലവിൽ ഇപ്പോൾ നമുക്ക് ഈ കൃഷിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ കുറച്ചും കൂടിയും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ നേരത്തെ പറഞ്ഞ പല ഫ്രൂട്ട്സും നമ്മുടെ നാട്ടിൽ ധാരാളം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കാലാവസ്ഥ തന്നെയാണ് നമുക്കുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, റംബൂട്ടാനായാലും ഡ്രാഗൺ ഫ്രൂട്ട് ആയാലും ഇപ്പോൾ ഈ പറയുന്ന പിന്നെ വൈദേശിക ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ മാർക്കറ്റിൽ വലിയ വിലയുള്ള ഫ്രൂട്ട്സൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു പ്രോത്സാഹനം കൊടുക്കാനാണ് ഞങ്ങളിപ്പോൾ വളരെ ശ്രദ്ധ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വൈദ്യുതി പ്രതിസന്ധി ഇനിയും വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സോളാറിനെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൗരപ്രഭ പദ്ധതിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയുള്ള പദ്ധതികൾക്ക് കൊടുക്കുന്നുണ്ട്. തൊഴിൽ സംരംഭങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ഈ മാലിന്യ നിർമ്മാർജ്ജനമാണ്. ഒരു വലിച്ചെറിയൽ രഹിത അടപ്പാൾ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും വൃത്തിയുള്ള അടപ്പാൾ എന്ന നിലയ്ക്കുള്ള ഒരു മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹരിതകർമ്മസേന ദൃഢപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു MCFന് നമ്മളൊരു 10-30 ലക്ഷം രൂപ വെച്ചിട്ട് അതിൻ്റെ ഇതുവരെ വാടക കെട്ടിടത്തിലായിരുന്നു, ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അവർക്ക് ആവശ്യമായുള്ള ട്രാൻസ്പോർട്ടിനുള്ള വാഹനങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹരിതകർമ്മസേന ജനങ്ങളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് വളരെ സൗഹൃദമാക്കാനുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബോധവൽക്കരണം, ഈ വലിച്ചെറിയുന്നതിനെതിരെ മാലിന്യം പൊതുയിടങ്ങളിൽ ഇടുന്നതിനെതിരെ വലിയ ബോധവൽക്കരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വൃത്തിയുള്ള മാതൃകാപരമായ ഒരു പഞ്ചായത്താക്കി ഇപ്പോൾ വാർഡ് തലത്തിലുള്ള സാനിറ്റേഷൻ കമ്മിറ്റികളൊക്കെ ചേർന്നുകൊണ്ട് വാർഡ് തലത്തിലുള്ള ഈ പിന്നെ വലിച്ചെറിയൽ കേന്ദ്രങ്ങളിലൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാലിന്യമുക്ത പഞ്ചായത്ത് എന്നുള്ള ലക്ഷ്യം ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ലൈഫിൽ സമ്പൂർണ്ണമായിട്ട് ഇത് കൊടുക്കുക. നമുക്കൊരു 1 ഏക്കർ 7 സെൻറ്റ് സ്ഥലം നമ്മുടെ കയ്യിലുണ്ട്. അവിടെ ഒരു ഫ്ലാറ്റ് നിർമ്മിച്ചിട്ട് ഈ ഭൂരഹിത ഭവനരഹിതർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി നമ്മളിപ്പോൾ സഹകരണ വകുപ്പുമായിട്ട് പിന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറെക്കുറെ അത് അനുമതി കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അധികം താമസിയാതെ ഫ്ലാറ്റ് നിർമ്മാണം അവിടെ ആരംഭിക്കും. അപ്പോൾ കുറച്ച് ഭൂരഹിത ഭവനരഹിതരായ ആളുകൾക്ക് വീട് കൊടുക്കാൻ നമുക്ക് കഴിയും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും അതൊരു വലിയ പദ്ധതിയായിട്ട് മാറും. അങ്ങനെ വൈദ്യുതി രംഗത്ത്, ശുചിത്വ രംഗത്ത്, അടിസ്ഥാന വികസന രംഗത്ത്, കാർഷിക രംഗത്ത് ഒക്കെ ഒരു പുരോഗതി, ആരോഗ്യ മേഖലയിലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആയുർവേദിയൊക്കെ വളരെ സമർത്ഥമായിട്ട് നടപ്പിലാക്കണമെന്നുള്ളതാണ്. നമ്മുടെ എല്ലാ ഘടക സ്ഥാപനങ്ങളും മനോഹരമാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങളുടെ ഭാവി പ്രതീക്ഷകളും തീരുമാനങ്ങളൊക്കെ. ഞങ്ങൾ കിഡ്നി രോഗികൾക്ക് 2 വർഷമായിട്ട് 5 ലക്ഷത്തോളം രൂപ ജനങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ട് അവർക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. കിഡ്നി പേഷ്യൻസിന്, അതുപോലെ ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ ക്യാൻസർ പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ മരുന്ന് ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കാൻ, അതൊന്നും നമ്മുടെ പഞ്ചായത്ത് ഫണ്ടല്ല, ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് അരികെ എന്ന പേരിൽ കളക്ട് ചെയ്ത സ്കൂൾ കുട്ടികളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത പൈസയാണ്. അത് വളരെ വിപുലാക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഒട്ടനവധി കിഡ്നി പേഷ്യൻസ് ഉള്ള 14 കിഡ്നി പേഷ്യൻസ് റീപ്ലാന്റ് ചെയ്തവരുള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ അവർക്ക് മരുന്ന് കൊടുക്കണം എന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വർഷത്തെ ബഡ്ജറ്റിൽ ഞങ്ങൾ ഊന്നൽ നൽകിയത് ലൈഫിനാണ്. ലൈഫിനും തൊഴിൽ സഭയ്ക്കും തൊഴിൽ മേളകൾക്കൊക്കെയാണ് ഊന്നൽ നൽകിയത്. ഒട്ടനവധി വനിതാ സംരംഭങ്ങൾ, 4 വനിതാ സംരംഭങ്ങൾ നല്ല രീതിയിൽ നടക്കുന്ന പഞ്ചായത്താണ്. ഒന്ന് അമൃതം പൊടി എല്ലാ പൊന്നാനി താലൂക്കിലെ എല്ലാ പഞ്ചായത്തുകളിലും വിതരണം ചെയ്യുന്ന യൂണിറ്റ് നമ്മുടെ അടുത്താണ്. പിന്നെ വെൽ ലൈഫ് എന്നൊരു ഫുഡ് പ്രോഡക്റ്റ്, അതുപോലെ ഒരു ജൂട്ട് ബാഗ്, അമേരിക്കയിലടക്കം കയറ്റി അയച്ച ഒരു ജൂട്ട് ബാഗിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. അങ്ങനെ 3-4 യൂണിറ്റുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഒട്ടനവധി 36ഓളം യൂണിറ്റുകൾ ഇവിടെ എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട്, കുടുംബശ്രീ മുഖാന്തരവും നമ്മുടെ ഇന്ത്യയുടെ മുഖാന്തരവും. അപ്പോൾ അങ്ങനെ തൊഴിൽ മേഖലയ്ക്ക് വലിയൊരു ഊന്നൽ നൽകണം എന്നാണ്
അടുത്ത വർഷമൊക്കെ ആയിട്ട് നമ്മുടെ ആഗ്രഹം. ജനകീയ പദ്ധതിയും ഒരു മാതൃകാ പദ്ധതിയാണ്. കാരണം ജനകീയമായി ഇപ്പോൾ നമ്മുടെ ആശാ വർക്കർമാരും ജനപ്രതിനിധികൾ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളൊക്കെ ഉൾപ്പെടെ അവർ ജനകീയമായി ഒരു തുക കളക്ട് ചെയ്ത് നമ്മളതിനൊരു പ്രത്യേക ഫണ്ടാക്കി ഇവിടുത്തെ കിഡ്നി രോഗികൾ, ലിവർ പേഷ്യൻ്റ്, ഹൃദ്രോഗികൾ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സഹായിക്കുന്ന, കിടപ്പ് രോഗികൾക്ക് എന്തെങ്കിലും കാര്യമായി സഹായിക്കുന്നൊരു പദ്ധതിയാണ്. അതും നമ്മളൊരു മാതൃകാ പദ്ധതിയായിട്ടാണ് നടക്കുന്നത്. ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് നന്ദി. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും കാണാം. തദ്ദേശകം.